വാട്സാപ്പ് ഡെയിലി യൂസ് ചെയ്യുന്നതിനാണ് ഞാനും നിങ്ങളും എല്ലാവരും. പക്ഷേ വാട്സാപ്പിൽ കുറച്ചധികം പ്രശ്നമുണ്ട്. എസ്പെഷ്യലി ഒരു പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഫോൺ നമ്മൾ എടുക്കുമ്പോൾ ഡാറ്റാസും അതേപോലെ ചാറ്റ്സുകളും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറേ കൂട്ടുകാർക്ക് റിസ്ക് സംഭവിക്കാറുണ്ട്. എസ്പെഷ്യലി നമുക്ക് പ്രൈമറി ആയിട്ട് വേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതും ചാറ്റുകളും അതിൻ്റെ ഡോക്യുമെൻറ്റ്സും ചിലപ്പോൾ മിസ്സായി പോവാം. ഈ പറഞ്ഞ വാട്സാപ്പ് തന്നെ നമുക്ക് അതിൽ ഓപ്ഷൻ തരുന്നുണ്ട്, ട്രാൻസ്ഫർ ഡാറ്റ, ട്രാൻസ്ഫർ ചാറ്റ്സ് എന്നീ പറഞ്ഞ്. പക്ഷേ അത് ചാൻസ് ഓഫ് എറർ കൂടുതലാണ്. ഇനി നിങ്ങൾ മൂവ് ടു iOS എന്ന ആപ്ലിക്കേഷൻ എടുത്താൽ അത് ഡിവൈസ് ബൂട്ടപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ എല്ലാ ഡാറ്റകളും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. വൺസ് അത് ബൂട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വാട്സാപ്പ് ചാറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്ഷൻ തരുന്നത് നോർമൽ വാട്സാപ്പിന് മാത്രമാണ്. നിങ്ങളൊരു ബിസിനസ് വാട്സാപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബിസിനസ് വാട്സാപ്പിലെ ചാറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സാപ്പ് തരുന്നില്ല, അല്ലെങ്കിൽ മെറ്റ തരുന്നില്ല. അവിടെ ഏറ്റവും വലിയൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടും അതും നല്ല ഡാറ്റ ട്രാൻസ്ഫറിൽ കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു സിംഗിൾ ക്ലിക്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് iToolsന്റെ ഒരു വാട്സ് ഗോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ വിൻഡോസിലും മാക്ബുക്കിലും ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. സോ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക. ഒരു trans40 എന്ന് പറയുന്ന എൻ്റെ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരു 40% ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. This is Jebin Xavier. Welcome back to Evika. ഏറ്റവും ആദ്യം നമ്മുടെ iToolsന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും iTools എന്ന് പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കുറേയധികം ആപ്ലിക്കേഷൻസ് ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു കമ്പനി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇവിടെ വാട്സ് ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഈ ഒരു വാട്സ് ഗോ ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാം വാട്സപ്പ് ട്രാൻസ്ഫർ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ iOS 18 വരെയും ഈ പറയുന്ന കോമ്പാക്റ്റുകളാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ വേറൊരു ഇറോസോ ബാക്കി കാര്യങ്ങളോ വരുന്നില്ല. സിംഗിൾ ക്ലിക്കിൽ തന്നെ ഈ പറഞ്ഞ വാട്സാപ്പും വാട്സാപ്പ് ബിസിനസ്സും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓൾറെഡി ഇപ്പോൾ 30% ഒരു ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് നമുക്ക് കാണാം. ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്40 എന്ന എൻ്റെ ഒരു കൂപ്പൺ കൂടെ അടിക്കുകയാണെങ്കിൽ പിന്നെയും ആ ഒരു എമൗണ്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഈ ഒരു വാട്സ് ഗോയിൻ്റെ ആ ഒരു യൂസേജ് എന്താ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ യൂഷ്വൽ വാട്സപ്പ് ട്രാൻസ്ഫറിങ് സ്പീഡ് എന്ന് പറയുമ്പോൾ മൂവ് ടു iOSൽ ഒരു നിശ്ചിത സ്പീഡ് ഉണ്ട്. അതേപോലെ സാംസങ്ങിൻ്റെ സ്മാർട്ട് സ്വിച്ചിൽ നിങ്ങൾക്ക് 3072 kbps സ്പീഡ് മാത്രമാണ് ലഭിക്കുക. പക്ഷേ വാട്സ് ഗോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 10,240 kbps സ്പീഡിൽ വരെയും ഈ പറഞ്ഞ ഡാറ്റ ട്രാൻസ്ഫറിങ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് ടു ഐഫോണിലേക്ക് നിങ്ങൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. അതേപോലെ ഐഫോൺ ടു ആൻഡ്രോയിഡ്, ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ് ആൻഡ് ഐഫോൺ ടു ഐഫോൺ. ചിലവർ ഐഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് പുതിയൊരു ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വരുന്നതാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് ഈ പറഞ്ഞ ഫ്രീ ഡൗൺലോഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് തൊട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇതാണ് നമ്മുടെ വാട്സ് ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വാട്സാപ്പ് ബിസിനസ്, GB വാട്സാപ്പ് എന്നീ 3 ഓപ്ഷൻസും ലഭിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാട്സാപ്പ് ബിസിനസ് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ് ഇൻബിൽഡ് ആയിട്ട് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല രീതിക്കുള്ള വോത്തിട്ട് തന്നെയായിരിക്കും. ഇവിടെ ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഡിവൈസ് ഇവിടെ ഞാൻ ഒരെണ്ണം കണക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ സാംസങ്ങിൻ്റെ ഒരു ഡിവൈസ് കണക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ എൻ്റെ ഐഫോണും ഞാനിവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വാട്സാപ്പ് ബിസിനസ് എൻ്റെ ആൻഡ്രോയിഡ് ഫോണാണ് കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ വാട്സപ്പ് ട്രാൻസ്ഫർ ബാക്കപ്പ് എന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി നിങ്ങൾക്കിവിടെ ഡിവൈസ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സാംസങ് ആണ് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് ഏത് ഡിവൈസിൽ നിന്നാണ് ബാക്കപ്പ് എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ബാക്കപ്പ് ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു ചെറിയ ഗൈഡ് വന്നിട്ടുണ്ടാകും, USB ഡീബഗ്ഗിങ്ങിൻ്റെ. ആ ഒരു ഡീബഗ്ഗിങ് നിങ്ങൾ എന്തായാലും നിർബന്ധമായും ചെയ്താൽ മാത്രമാണ് ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫറിങ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ഒരു USB ഡീബഗ്ഗിങ് ചെയ്യുമ്പോൾ നമുക്ക് വാട്സാപ്പിൻ്റെ ആ ഒരു ചാറ്റ് ബാക്കപ്പ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്സുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഓരോ സ്റ്റെപ്പുകളും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ ഇവിടെ ഓൾറെഡി ആ ഒരു USB ഡീബഗിങ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഒരു സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകാം. ഇവിടെ വാട്സാപ്പ് ബിസിനസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ ഈ പറഞ്ഞ വാട്സാപ്പ് ബിസിനസ് എടുക്കാം. വാട്സാപ്പ് ബിസിനസ് എടുത്തിട്ട് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ എടുത്ത് ചാറ്റ് ബാക്കപ്പ് നമ്മൾ ചെയ്യാനുണ്ട്. ഈ ചാറ്റ് ബാക്കപ്പ് നമുക്ക് സിമ്പിളായിട്ട് എനേബിൾ ചെയ്യാനാണ്. ഈ പറഞ്ഞ കാര്യം എടുത്തു. അതിനുശേഷം നമ്മുടെ സെറ്റിങ്സിലേക്ക് പോയി കണ്ട് ചാറ്റ് ബാക്കപ്പ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി നമ്മുടെ ഡീബഗിങ്ങും ബാക്കി കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫറിങ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ പറയുന്ന 64 ബിറ്റിൻ്റെ ആ ഒരു എൻക്രിപ്റ്റഡ് കോഡ് നമുക്ക് ടൈപ്പ് ചെയ്യാണ്ട് ആ ഒരു കോഡ് നമ്മൾ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സാംസങ് ഡിവൈസിൽ. ആ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് കുറച്ച് പ്രൈവസി പോളിസീസും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന ഡാറ്റ ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത്. ഒരു കോഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓൾറെഡി ഈ പറഞ്ഞ വാട്സാപ്പിൻ്റെ ആ ഒരു ബിസിനസ് അക്കൗണ്ട് ബാക്കപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കപ്പ് വ്യൂ ലിസ്റ്റ് നോക്കാം. ഓൾറെഡി ആ ഒരു ബാക്കപ്പ് ആയിട്ടുണ്ട്. ഇനി റീസ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസ്, റീസ്റ്റോർ ടു ഡിവൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ iPhone 11 ഓൾറെഡി പ്രീ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഓൾറെഡി ഞാൻ 2 ഡിവൈസിൽ കണക്ട് ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു ഐഫോണിൽ മേക്ക് ഷുവർ വാട്സാപ്പ് ബിസിനസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. പക്ഷെ അത് ഓപ്പൺ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ റീസ്റ്റോർ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെയും നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് അല്ലെങ്കിൽ കുറച്ചധികം സ്റ്റെപ്സ് ട്യൂട്ടോറിയലായിട്ട് ഫോളോ ചെയ്യാനുണ്ട്. കാരണം ആ ഒരു സ്റ്റെപ്സും നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഫൈൻഡ് മൈ എന്ന ഓപ്ഷൻ പുതിയ ഐഫോണിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്ന ആ ഒരു ഐഫോണിൽ ഓഫ് ചെയ്യാനുണ്ട്. സോ ആ ഒരു ഫൈൻഡ് മൈ എന്ന ഓപ്ഷൻ നമ്മുടെ ഐഫോണിൽ നമുക്ക് ഓഫ് ചെയ്യാം. നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോയതിനു ശേഷം നമ്മുടെ ഫൈൻഡ് മൈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്യുക ഫോർ ഈ പറഞ്ഞ ഡാറ്റ ട്രാൻസ്ഫറിന് മാത്രം. അതിനുശേഷം നിങ്ങൾക്ക് ഫൈൻഡ് മൈ ജസ്റ്റ് ഒന്നും കൂടെ ഓൺ ചെയ്യാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ എൻ്റെ ഫൈൻഡ് മൈ എന്ന ഓപ്ഷൻ ഓഫ് ചെയ്ത് തന്നെ ഓൾറെഡി ബാക്കപ്പും കണ്ടിന്യൂ ആകുന്നുണ്ട്. ഞാനിവിടെ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തപ്പോൾ പ്ലീസ് ലോഗിൻ ഉണ്ട്. ഞാൻ ലോഗിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വാട്സാപ്പിൻ്റെ ഡാറ്റാസും മീഡിയാസും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ്, ഇമേജ്, വീഡിയോ, ഓഡിയോ, വോയിസ് നോട്ട്, സ്റ്റിക്കേഴ്സ്, ആനിമേറ്റഡ് ജിഫ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്, ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്തെടുക്കാം. അല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ വോയിസ് നോട്ടും അതേപോലെ സ്റ്റിക്കേഴ്സും ജിഫ്സൊന്നും വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഡീസെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിവിടെ എല്ലാം സെലക്ട് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ കൊടുത്തു. ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഇവിടെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ റീസ്റ്റോർ ബാക്കപ്പ് ഡാറ്റ ടു ടാർഗറ്റഡ് ഡിവൈസ് എന്നുണ്ട്. ഈസി ആയിട്ട് 100% ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആക്കാനുണ്ട്. കാരണം ഓൾറെഡി ഞാൻ കുറച്ച് ഡാറ്റ മാത്രമാണ് ഇതിൽ വെച്ചത്. എന്നാലും ആ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആയ അല്ലെങ്കിൽ ആ ഡാറ്റ നിങ്ങൾക്ക് പുതിയ ഫോണിലേക്ക് ആ ഒരു ട്രാൻസ്ഫർ സ്പീഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ചെയ്ത ആ ഒരു ചാറ്റ് കറക്റ്റായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. സോ ഡാറ്റ ട്രാൻസ്ഫറിങ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ബിസിനസ്സിൻ്റെ ചാറ്റ് വരെയും ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. യൂഷ്വലി ഞാൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കണം, റെഗുലർ വാട്സാപ്പിൽ നിങ്ങൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഓപ്ഷൻ ലഭിക്കാം. പക്ഷേ അത് ചാൻസ് ഓഫ് എറർ ഹൈ ആണ്. നിങ്ങൾക്ക് അതോടൊപ്പം വാട്സാപ്പ് ബിസിനസ്സിനെ ചാറ്റ് ബാക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ വാട്സാപ്പ് ചാറ്റ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ബാക്കപ്പ് ചെയ്യാം, പക്ഷേ നിങ്ങൾ ഐഫോൺ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് വരുമ്പോൾ ആ ഒരു വാട്സാപ്പ് ഡാറ്റ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായുള്ള വാട്സാപ്പ് ഡാറ്റാസും ബാക്കി കാരണം ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതോടൊപ്പം തന്നെ TRANS40 എന്ന് പറയുന്ന നമ്മുടെ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ 40% വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എങ്ങനെയാണ് വാട്സാപ്പ് ഡാറ്റ കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലെ പുതിയ പുതിയ കാലറിയായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് Abin Xavier signing from Evika.